വലിയ തങ്ങളുടെ മക്കുപറയില് വർഷങ്ങളോളം കുത്തിയിരുന്നിട്ട് കിട്ടിയ സിദ്ധിയാ. ഒരുപാട് പേരുടെ വയറുവേന നുള്ളിയെടുത്തിട്ടുള്ള ആളാ തങ്ങള്. നുള്ളിയെടുത്തോ? ആ നുള്ളിയെടുക്കുക എന്ന് വെച്ചാ പിച്ചെടുക്കുക. എന്താ സഹോദരിയുടെ പേര്? മണ്ടോദരി. മണ്ടോദരി. വേദന തുടങ്ങിയിട്ട് എത്ര നാളായി? കുറച്ചു കാലമായി. വേദന തുടങ്ങണതിന് മുമ്പ് രാത്രി സമയങ്ങളിൽ ഒറ്റക്ക് സഞ്ചരിച്ചിട്ടുണ്ടോ? ഒരു തവണ അശോകന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ഷെടി പുളി തീർന്നപ്പോ പുളി മേടിക്കാൻ പോയതാ. വായിച്ച് എന്ത് അന്തിപ്പാതിന് നേരത്ത് പുറത്തിറങ്ങി നടന്നപ്പോ ശരീരത്തിനകത്ത് സൈതാനത്ത് കയറി കുത്തിരിക്കുക. അൽഹംദുലില്ലാ. എന്താ ഈ പറയുന്നത്? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ദൈവത്തിന് സ്തുതി എന്നാണ്. ശൈത്താൻ കയറിയന് ദൈവത്തിന് സ്തുതിയാ പറയാ. എന്റെ ശിഷ്യനാ, വർഷങ്ങളായി എന്റെ കൂടെ നിന്ന് ഇപ്പൊ എല്ലാം പഠിച്ച്. പക്ഷെ അത് ഇവിടെ പറയണ്ട, അത് പറയാൻ ഞാനുണ്ട്. ആ ശൈത്താനെ പുറത്തെടുക്കണം, എന്നാലേ വേദന മാറൂ. എന്നാലേ വേദന മാറൂ. അപ്പൊ സർജറി വേണ്ടി വരുമോ? വേണ്ടി വരില്ല. സർജറിക്ക് പകരം വേറൊരു സർജറി ഇന്ത്യയിലുണ്ട്, പിന്നാണ ചികിത്സ. ആ പിന്നാണ ചികിത്സ 3 ദിവസം നടത്തിയാൽ നിങ്ങളെ വയറുവേനൊക്കെ പമ്പ നടക്കും. പിന്നാണ് ചികിത്സയോ? ആദ്യമായിട്ട് കേക്കാണ്. അങ്ങനെ ആദ്യമായിട്ട് വരുമ്പോ പലതും ആദ്യമായിട്ട് കേൾക്കൂ. പിന്നാണ ചികിത്സക്ക് മുമ്പ് ആവാഹിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കിട്ടിയില്ല. ചില്ലറ പഹയനല്ല വയറിന്റെ ഉള്ളിൽ കയറി കുത്തിയിരിക്കണത്. എന്റെ ഒരു പിടുത്തത്തിന് ഈ പോരൂല്ല അല്ലേ? സൈക്കനാ വലിയ തങ്ങള് പറഞ്ഞാലും കേക്കൂല അല്ലേ? തങ്ങളോടാ കളി. ഇതൊരു ചികിത്സയുടെ ഭാഗമായി ഇറങ്ങൂലേ? ഇവിടെ കുത്തിരിക്ക്. എങ്ങനും വിടൂല. ഞമ്മടെ കുത്തിരിക്ക്. അവിടെ കുത്തിരിക്ക്. ഇന്നോടാ കളിക്കുന്നത്? തങ്ങളോടാ കളി. സ്വാമിജി, തങ്ങള് സ്വാമിജി, നമുക്ക് അനസ്തേഷ്യ കൊടുത്തിട്ട് അടിച്ചൊഴിപ്പിച്ചാ പോരെ? അനസ്തേഷ്യ കൊടുത്ത് ഈ സൈത്താൻ വയറ്റിൽ കിടന്ന് ഉറങ്ങിയാ പിന്നെ നിങ്ങൾ ഇറക്കും അതിനെ? ഇന്നെ കൊണ്ട് പറ്റൂല ഉറങ്ങണ ഒരാൾ അടിച്ചിറക്കാന്. ഇറങ്ങിക്കോയി, എന്നോട് കളിക്കണ്ട. സൈക്കിനാ തങ്ങള്, അത് മനസ്സിലാക്കിക്കോ. എന്നോടല്ല ഈ പറയണത്, സൈക്കിനാ തങ്ങള്. അത് എന്റെ മനസ്സിലാകേറിക്കോട്ടെ, എന്റെ മനസ്സിലാകേറിക്കോട്ടെ. എന്താണ് കൂട്ടാക്കൂലേ? കൂട്ടാക്കൂലേ? ഈ ചൂരിൽ ചികിത്സ വേണ്ട. ചൂരിനടിച്ചാ പോണ ചെയ്താനല്ലാത്. എന്റെ സാധനങ്ങൾ കാറ്റേ ആ പോയോണ്ടാണ് ഇതൊക്കെ വന്നത്. വന്തിരിച്ചൂതിയ മക്കുപറന്ന് വന്തിരിച്ചൂതിയ സാധാരണ ഇതെന്ന് അറിയില്ലേ? എടുത്തു തരന്റെ പൊക്ക് കടി കൊണ്ടിരിക്കുമ്പോ അത് ഇനി പിന്നാണ ചികിത്സ ചെയ്യാതെ നടക്കൂ. അതെ നടക്കൂ. അപ്പൊ ഞാൻ ഇവിടുന്ന് പിന്നാണം തരാങ്ങെടുത്തേ. പിന്നാണം ഇവിടുന്ന് അങ്ങോട്ട് തരൂ. അപ്പൊ അത് കൊണ്ടുപോയി കഴിക്കണോ? പിഞ്ഞാണം കഴിക്കാം. പിഞ്ഞാണം ഇങ്ങനെ കഴിക്കും. ഞാനല്ല കഴിക്കേണ്ടത്. ഇതിന് ചൂടുള്ള ജീരകവെള്ളം ഒഴിച്ച് ഇങ്ങനെ കലക്കി ഈ അക്ഷരം മായ്ക്കുക, എന്നിട്ട് ആ വെള്ളം കുടിക്കുക. അപ്പൊ പുറത്തം കിട്ടിയാ? കിട്ടി. അങ്ങനെ ഇത് ഈ പിഞ്ഞാണം മേടിച്ചിട്ട് 3 ദിവസത്തിന് ഒരിക്കൽ അങ്ങനെ 6 തവണ കഴിക്കണോ? അപ്പൊ ഞാൻ ഓരോ തവണ പോയിട്ട് വരുമ്പോഴും ഈ പിഞ്ഞാണം ഇവിടെ കൊണ്ടുവരണം. പിഞ്ഞാണം കിടക്ക പിടിച്ചേ.
പിന്നാണം പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. ഈ കൊണ്ടായി പിന്നാണം അവിടെ തന്നെ. പിന്നെ രണ്ടാമത് വരുമ്പോ വേറെ പിന്നാണം ഞാൻ ഇവിടുന്ന് കഴിയും, അത് കൊണ്ടുപോയി കഴിക്കണം. അപ്പൊ ഈ പിഞ്ഞാണത്തിന് എന്താ വില? പിന്നാണത്തിന് 3000 ഉറുപ്പ്യ. 3000 രൂപ. അപ്പൊ അങ്ങനെ ഓരോ തവണയും ഇങ്ങനെ 3 ദിവസം കൂടുമ്പോ ഓരോ തവണയായിട്ട് അങ്ങനെ 6 തവണ കഴിക്കണം. എന്തേ സാധിക്കോല്ലേ? സാധിക്കൂല. സാധിക്കോലല്ല, സാധിക്കോ ഇല്ലേ? സാധിക്കും. സാധിക്കണോ? അളിയൻ എന്ത് വിവരക്കേടാണ് ഈ കാണിച്ചത്? ഇത് സർജറി വേണ്ട കേസാണ്. ഇതാ മുസ്ലിയാർ മാറ്റിത്തരാന്ന് പറഞ്ഞതാ. പിഞ്ഞാണ് ചികിത്സ 2 പ്രാവശ്യം ആയപ്പോഴേക്കും അയാൾ ജയിലിലായി പോയി. അതെന്ത് പറ്റി? അയാള് ബാധ ഒഴിപ്പിക്കാൻ പോയ ഏതോ പെങ്കൊച്ചിനെ ചവിട്ടി കൊന്നു പറഞ്ഞു. അത് ഞാൻ ടിവിയിലും പത്രത്തിലൊക്കെ ആ മുസ്ലിയാരുടെ അടുത്താണ് നിന്നെ കൊണ്ടുപോയത്. നമ്മുടെ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഇവിടെ അടുത്ത അരമനയിൽ ഒരു അച്ഛൻ ഉണ്ടെന്ന്. അച്ഛൻ ഏത് അസുഖം മാറ്റും. ഒരുപാട് അനുഭവസ്ഥരുണ്ട്. എന്റെ നാക്ക് ചൊറിഞ്ഞു വന്നിട്ടോ. എന്റെ അളിയ, മതങ്ങൾ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനുള്ളതാണ്. ഇതുപോലുള്ള കപട വിശ്വാസികൾ എല്ലാ മതത്തിലും കാണും. അളിയൻ വല്ല ആശുപത്രിയിലും കൊണ്ടുപോയി കാണിക്കാൻ നോക്ക്. ഈ സർജറി എന്ന് പറഞ്ഞാൽ 3-4 ലക്ഷം രൂപയെങ്കിലും ആവും. അത് കുറയ്ക്കാൻ പറ്റി, അതല്ല നല്ലത്. അളിയ 3-4 ലക്ഷമൊന്നും ആവൂല. ഞാൻ ആശുപത്രിയിൽ ചെന്ന് അന്വേഷിച്ച് 1 ലക്ഷത്തിൽ താഴെ ഈ സർജറിക്ക് വരുള്ളൂ. ഈ 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് അത്ര കുറഞ്ഞ സംഖ്യയൊന്നും അല്ലല്ല. ഈ 1 ലക്ഷം രൂപ അളിയൻ മുടക്കാൻ നിൽക്കണ്ട. എന്റെ പെങ്ങൾക്ക് വേണ്ടിയല്ലേ 1 ലക്ഷം രൂപ ഞാൻ കൊടുത്തോളാം. ആശുപത്രി പോവാൻ നോക്ക്. അത് പറയണ്ടേ ആദ്യം? നീ പോയി യാത്രയെ. യാത്ര അളിയൻ പറഞ്ഞല്ലേ? അളിയ പഴം തിന്നു. പക്ഷെ ഇടയ്ക്ക് ഡോക്ടർ വന്നിട്ടില്ലെന്ന്. വന്നാലല്ലേ വിളിക്കാൻ പറ്റൂ. കുറച്ച് സമയം കൂടെ ഒന്ന് സഹിച്ചിരിക്കും. ഇങ്ങനെ ആൾക്കാർക്ക് വയറുവേദന പറഞ്ഞ വയറുവേദനക്ക് നീ പുതുകലാണ് തടവിടുന്നത്. വയറുവേദനയായിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ കുറെ പറ്റിച്ചതല്ലേ. ഡോക്ടർ വന്നു, ഡോക്ടർ വന്നു. അവിടെ ഇരിക്കുന്നത് അത് ഡോക്ടർ അല്ലത് കമ്പൗണ്ടറാ. അതെ, നമ്മുടെ ഈ വയറിന്റെ ഡോക്ടർ വന്നിട്ടുണ്ടോ? അയ്യോ, വയറിന്റെ ഡോക്ടർ വന്നിട്ടില്ല. കണ്ണിന്റെ ഡോക്ടർ. കണ്ണിന്റെ ഡോക്ടറേ ഉള്ളൂ. കണ്ണിന്റെ ഡോക്ടർ അത് കാണിച്ചാലോ? അതെങ്ങനെ? വയറിന്റെ ഡോക്ടർ, വയറിന്റെ കേടിന് കണ്ണിന് ഡോക്ടർ മതിയോ? ഉദരത്തിന് കണ്ണ് പറ്റില്ലല്ലേ? ഒന്ന് ഡോക്ടർ ഒന്ന് പെട്ടെന്ന് എപ്പോ വരും? അവിടെ ഇരിക്കും, ഇപ്പൊ വരും. എപ്പോ വരുന്നു? ഇപ്പൊ ആശ്വാസമല്ലേ? അല്ല സ്വാമി, സത്യത്തിൽ ഈ സ്വാമിക്ക് എന്താ അസുഖം? മൂലക്കുരു. നോക്കണ്ട, അയാൾ നീക്കേണ്ട. നിങ്ങളോട് ചെല്ലാൻ പറഞ്ഞു. എല്ലിന്റെ ഡോക്ടർ വന്നിട്ട്. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു, ഡിസ്ചാർജ് ആയി. പക്ഷെ ഞാൻ വിചാരിച്ചത്ര വേദനയൊന്നും. എന്നും പറഞ്ഞ് വീട്ടിൽ പോയി ഭാരപ്പെട്ട പണിയൊന്നും എടുക്കാൻ നിൽക്കണ്ട. നീ ഒരു പണി ചെയ്യ്, 2 ആഴ്ച നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്ക്. അവിടെ ആകുമ്പോ അമ്മയുണ്ടല്ലോ. നീ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടന്ന സമയത്ത് ഡോക്ടർ എന്നെ കൊണ്ട് 4000 രൂപയുടെ മരുന്ന് മേടിപ്പിച്ചു. മേടിക്കാൻ പോയത് അളിയനാണ്. പൈസ എന്നെ കൊണ്ട് കൊടുപ്പിച്ചേ. ഫാർമസിയിൽ നിന്ന് മേടിച്ച മരുന്ന് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി. അതേ മരുന്ന് തന്നെ ഡോക്ടർ തിരിച്ച് ഫാർമസി കൊടുക്കണമെന്ന് ഞാൻ കണ്ട്. അളിയൻ ഇവളെയും കൊണ്ട് കുറെ സ്വാമിമാരുടെ വീട്ടിൽ പോയില്ലേ? അതിന്റെ മറ്റൊരു പതിപ്പാണ് ഇതുപോലത്തെ ആശുപത്രികളും. നമുക്ക് അസുഖം മാറിയ പോരെ അളിയാ. ഇതും പറഞ്ഞ് ഇനി തർക്കിക്കൊന്നും വേണ്ട. ഏട്ടന്റെ തിരുവടികള്. അയ്യോ സ്വാമിജി, എന്താ ഇവിടെ? ഒന്നുമില്ല, ഞാൻ വയറുവേദനയായിട്ട് ഒരാളെ കൊണ്ടുവന്നത് അവിടെ. ആരാ അത്? ഞാൻ പറഞ്ഞേ ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാ ഡോക്ടർ പറഞ്ഞേക്കണേ. അയ്യോ, സത്യശീലൻ തിരുവടികൾക്ക് ഓപ്പറേഷനോ? ആ 10000 രൂപയുടെ സവാള പൂജ അങ്ങ് ചെയ്താ പോരെ? ന്യായം മായം